നിങ്ങൾക്ക് ഒരു അടിപൊളി ഹിപ്പ് ആൻഡ് ഗ്ലൂട്ട് ഷേപ്പ് വേണോ എന്നാൽ കൂടെ കൂടിക്കോ. 45 മിനിറ്റ് ഹോം വർക്കൗട്ടാണ്. തുടർച്ചയായി ചെയ്താൽ അടിപൊളി റിസൾട്ട് കിട്ടും. റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുടരുക. കൂടുതൽ റെപ്പിറ്റേഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് റെപ്പിറ്റേഷൻ അഡ് ഓൺ ചെയ്തതിന് ശേഷം അടുത്ത എക്സസൈസിലേക്ക് കടക്കുക.
അപ്പം നമ്മൾ തുടങ്ങുകയാണേ. കട്ടയ്ക്ക് കൂടെ കുടിക്കട്ടോ. ഈ എക്സസൈസ് കൊണ്ട് മറ്റൊരു ഗുണം എന്താണെന്ന് അറിയണ്ടേ, നമ്മൾ അനുഭവിക്കുന്ന പോസ്റ്ററൽ ബാക്ക് പെയിൻ ഇല്ലേ, അതിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നതാണ് കേട്ടോ. കൂടുതൽ ടൈം ഒരേ വർക്ക് ലോഡ് വരുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് പോസ്റ്ററൽ ബാക്ക് പെയിൻ അധികവും കാണുന്നത്. ഇൻഹെയിൽ ഡീപ്പ്, എക്സ്ഹെയിൽ ഡൗൺ, ഇൻഹെയിൽ ഡീപ്പ്, exhale down. ഓരോ എക്സസൈസിന് ശേഷമുള്ള റെസ്റ്റ് 30 സെക്കൻഡ് മാക്സിമം പോണതാണ് നല്ലത്. ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് റെസ്റ്റ് എടുക്കാം കേട്ടോ. ഗ്ലൂട്ട് മൊബിലിറ്റി കിക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്ക് ബോൺ സ്റ്റിഫ് ചെയ്ത് കർവി അല്ലാത്ത രീതിയിൽ ഫ്ലോറിന് പാരലായി വെക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇൻഹെയിൽ ടു കിക്സ് ആൻഡ് എക്സ്ഹെയിൽ ഡൗൺ. കുറച്ച് റെപ്പിറ്റേഷൻസ് നമ്മുടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഗ്ലൂട്ട്സിനും ഹാംസ്ട്രിങ്സിനും നല്ലപോലെ ടൈറ്റ്നസ് ഫീൽ ചെയ്യും. അത് നമ്മുടെ എക്സസൈസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിഗ്സാഗ് പെൽവിക് സ്ട്രെച്ചസ് നമ്മുടെ അഡക്ടർ മസിൽസിനും ഹിപ്പ് മൊബിലിറ്റിക്കും ഇന്നർ തൈസിലെ ഫാറ്റ് കളയാനും വളരെ ബെനിഫിഷ്യലാണ്. കൂടുതൽ റെപ്പിറ്റേഷൻസ് കൂടെ ചെയ്യാൻ ശ്രമിക്കുക. നീ
ഇനി വൈഡ് ഓപ്പൺ ഫുൾ സ്കോട്ട് കാഫ് ജംപ്സ് വളരെ ഗ്ലൂട്ട് ബിൽഡ് ചെയ്യാൻ എഫക്റ്റീവായ ഒരു എക്സസൈസ് ആണ്. അത് നിങ്ങൾ മുട്ടുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും പിടിച്ചോ മറ്റോ വാൾ സൈഡിലോ നിന്നിട്ട് കൈകൊണ്ട് പിടിച്ചിട്ട് അതിനുശേഷം ഹാഫ് പവർ സീറ്റഡ് ലെഗ് ബട്ടർഫ്ലൈ ചെയ്യുന്നതോടെ നമ്മുടെ ഹിപ്പ് ബ്രോഡൺ ആവാനും ഗ്ലൂട്ടസ് മീഡിയസ് അഥവാ നമ്മുടെ ബൂട്ടി സൈഡ് മസിൽസ് കർവി ഷേപ്പ് ആവാനും വളരെ സഹായകരമാണ്. കൂടുതൽ റെപ്പിറ്റേഷൻസ് ചെയ്യാൻ ശ്രമിക്കുക. ലേ ഡൗൺ ഗ്ലൂട്ട് ബ്രിഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ കാഫും ഹാംസ്ട്രിങ്ങും ഒരു അക്യൂട്ട് ആംഗിൾ പൊസിഷനിൽ വെച്ചതിന് ശേഷം സാവധാനം നമ്മൾ ഹിപ്പ് മുകളിലേക്ക് റൈസ് ചെയ്തുകൊണ്ട് 10 സെക്കൻഡ്സ് മുകളിൽ ഹോൾഡ് ചെയ്ത് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. മാക്സിമം റെപ്പിറ്റേഷൻസ് ചെയ്യാൻ ശ്രമിക്കുക. കൺസിസ്റ്റൻസിയാണ് ഏതൊരു റിസൾട്ടിൻ്റെയും ബെറ്റർ ഓപ്ഷൻസ്. നമ്മൾ ഇത് ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തിട്ട് നിർത്തിക്കളയാതെ കണ്ടിന്യൂസ് ലൈഫ് ടൈം ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ദിസ് ഈസ് ബെസ്റ്റ് ഫോർ ഗ്ലൂട്ട് ബിൽഡിംഗ് ആൻഡ് ബാക്ക് പെയിൻ.
ലേ ഡൗൺ സിഗ്സാഗ് പെൽവിക് സ്ട്രെച്ചസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കർവി ഹിപ്പ് ബിൽഡ് ചെയ്യാനും നമ്മുടെ ഒബ്ലിക് ഏരിയ അഥവാ സൈഡ് ബെല്ലി ഏരിയ ഷേപ്പ് ആവാനും വളരെ സഹായകരമാണ്. നല്ല കൂടുതൽ റെപ്പിറ്റേഷൻസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ എക്സസൈസ് 10 മിനിറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി 30 മിനിറ്റ്സ് ബാക്കി കിടക്കാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ റിസൾട്ടാണ് നമുക്ക് മുഖ്യം. കൂടെ കട്ടക്ക് നിൽക്കുക. ഓക്കെ, വൺ ലെഗ് ലിഫ്റ്റഡ് ഹിപ്പ് ബ്രിഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ലെഗ് നമ്മൾ ഫ്ലോറിന് ഒരു 45 ഡിഗ്രി ആംഗിളിലായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വെച്ചതിന് ശേഷം നമ്മുടെ ഹിപ്പ് മാക്സിമം മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ച് നമ്മുടെ അടുത്ത ലെഗിലേക്ക് കടക്കേണ്ടതാണ്. അടുത്ത നമ്മൾ ലേ ഡൗൺ ലെഗ് ബട്ടർഫ്ലൈയിലേക്ക് കിടക്കുകയാണ്. ഇത് നമ്മുടെ ഹിപ്പ് ബ്രോഡൻ ആവാനും സൈഡ് ഗ്ലൂട്ട് അഥവാ ഗ്ലൂട്ടസ് മീഡിയസ് നമുക്ക് കർവ് ഷേപ്ഡ് ആവാനും വളരെ സഹായകരമാണ്. മാക്സിമം റെപ്പിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ യോഗി പോസ് ഗ്ലൂട്ട് സ്ട്രെച്ചസിലേക്ക് കിടക്കുകയാണ്. ഇത് നമ്മുടെ ഗ്ലൂട്ട്സ് മാക്സിമം സ്ട്രെച്ച് ആവാൻ സഹായിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഗ്ലൂട്ടിൽ ഇറങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ മാക്സിമം ട്രിഗർ ചെയ്ത് കളയാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രെച്ചസ് ആണ് ഇത്. മാക്സിമം റെപ്പിറ്റേഷൻസ് ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രെയിറ്റ് ലെഗിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ ഒരു ലെഗിനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഹാൻഡ് കൊണ്ട് നമ്മുടെ നീസ് പിടിച്ചുകൊണ്ട് മാക്സിമം ഉള്ളു ഭാഗത്തേക്ക് നമ്മുടെ ഗ്ലൂട്ടിനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ഹോൾഡ് ചെയ്യേണ്ടത്.
റെപ്പിറ്റേഷൻസ് കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് കൂടുതൽ റെപ്പിറ്റേഷൻസ് ചെയ്തതിന് ശേഷം അടുത്ത എക്സസൈസിലേക്ക് കടക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ ബോഡി ബ്രിഡ്ജിങ് ആണ്. ഇതിന് നമ്മുടെ ഹാൻഡ് മാക്സിമം സ്ട്രോങ് ആയി പിറകിലേക്ക് പിടിച്ചതിന് ശേഷം നമ്മുടെ ഗ്ലൂട്ട് കൊണ്ട് മാക്സിമം ബോഡിനെ ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയി ഇൻഹെയിൽ ചെയ്തതിന് ശേഷം സാവധാനം ഡൗൺ ചെയ്ത് എക്സൈൽ ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ ഫീറ്റിനെ മാക്സിമം ഡൗൺവേർഡ് ഡയറക്ഷനിൽ വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടാവും, തളരരുത്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ സുമോ സ്ക്വാട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കറക്റ്റ് ശ്രദ്ധിക്കുക. വർക്കൗട്ട് ഒന്ന് വാച്ച് മര്യാദയ്ക്ക് ചെയ്തതിന് ശേഷം എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഫീറ്റ് രണ്ടും ഔട്ട്വേർഡ് ഡയറക്ഷനിലാക്കി വെച്ചുകൊണ്ട് നമ്മളെ ബോഡി വിഡ്ത്തിനെക്കാട്ടും ഇച്ചിരി കൂടുതൽ വൈഡ് ആംഗിളിൽ ലെങ്ത് എടുത്തുകൊണ്ട് നമ്മൾ സുമോ സ്ക്വാട്ടിലേക്ക് കടന്നുകൊണ്ട് ഫുൾ ഡൗൺ ആയതിനു ശേഷം നമ്മൾ ഹാഫ് ലിഫ്റ്റ് മുകളിലേക്ക് പൊങ്ങി ഒരു 25 റെപ്സ് ഈ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്.
ഇത് എൻ്റെ ഫൈനൽ സെറ്റാണ്. നിങ്ങൾക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എഫിഷ്യൻസി അനുസരിച്ച് നമുക്ക് വർക്കൗട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് വാൾ സപ്പോർട്ടഡ് ലെഗ് കിക്സ് ആണ്. ക്യാറ്റ് പോസിൽ നമ്മുടെ പൊസിഷൻ കീപ്പ് ചെയ്തതിന് ശേഷം ഏകദേശം 1 മീറ്റർ ഹൈറ്റിലുള്ള ഒരു വാളിൽ നമ്മൾ ഫീറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നീസ് മെല്ലെ പിറകിലേക്ക് വാളിന് ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് കംപ്രസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഫൂട്ടിനെ കിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു ഇച്ചിരി ടൈം ഹോൾഡ് ചെയ്താൽ ബെറ്റർ റിസൾട്ട് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഫ്ലോറിൽ ഫിക്സ് ചെയ്ത ലെഗ് നമുക്ക് നീസ് ഒരു അക്യൂട്ട് ആംഗിളിലേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ അത് കീപ്പ് ചെയ്യാനായിട്ട്. ഓരോ വർക്കൗട്ടിൻ്റെയും എക്സസൈസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ച് റെസ്റ്റ് എടുക്കുകയും റെസ്റ്റ് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പരമാവധി ഇത് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.
അടുത്തത് നമ്മൾ ഡോങ്കി കിക്സിലേക്ക് കിടക്കുകയാണ്. ഇതൊരു ബെഞ്ചിൻ്റെ സപ്പോർട്ടോട് കൂടി നമ്മൾ ചിഹ്നം നമ്മൾ ബെഞ്ചിലേക്ക് സപ്പോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബാക്ക് ബോണിനെ സ്റ്റേബിൾ ആക്കുക. നമ്മളെ ലെഗ്സ് മാക്സിമം അപ്പിലേക്ക് കൊണ്ടുപോയി തിരിച്ച് ഫ്രണ്ട് സൈഡിലേക്ക് നീസ് കൊണ്ടുവന്നിട്ട് മാക്സിമം ഗ്ലൂട്ടിനെ എൻഗേജ് ചെയ്യുക. ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മളെ ഗ്രൂട്ട്സ് എൻഗേജ് ആയിട്ടുണ്ട്, എത്രത്തോളം എഫക്റ്റീവാണ് ഈ വർക്കൗട്ടിന്. നമുക്ക് ക്ഷമയാണ് വേണ്ടത്, ക്ഷമയാണ് നമ്മുടെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു 5 മിനിറ്റ് കൂടെ ശ്രമിച്ചുകൊണ്ട് നമ്മൾ ഈ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അടുത്ത നമ്മൾ 1 ലെഗ് പെൽവിക് ട്വിൽറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിനായി ഒരു ബെഞ്ചിൻ്റെ സപ്പോർട്ടോടുകൂടി ലെഗ് മുകളിലേക്ക് കയറ്റി വെക്കുക. അതിനുശേഷം ലെഗിനെ മെല്ലെ പിറകിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് ഫസ്റ്റ് പോസ്റ്ററിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിലത്ത് വെച്ച് ലെഗിനെ മാക്സിമം അതേ പോസ്റ്ററിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ലെഗിനെ ട്വിൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് പെൽവിക് മസിൽസും നമ്മുടെ ഗ്ലൂട്ട് മസിൽസും നല്ലപോലെ എൻഗേജ് ആവാൻ സഹായിക്കുന്നതാണ്. വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യുക. നല്ല രീതിയിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വർക്കൗട്ട്സ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ,
അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെഞ്ചിൻ്റെ സപ്പോർട്ടോട് കൂടിയുള്ള ഹാംസ്ട്രിങ് ആൻഡ് ഗ്ലൂട്ട് സ്ട്രെച്ചസ് ആണ്. നമ്മൾ ലെഗ് ലിഫ്റ്റ് ചെയ്ത് ബെഞ്ചിൽ വെച്ചതിന് ശേഷം നീസും ഫീറ്റും മാക്സിമം ബെഞ്ചിനോട് ചേർത്ത് വെച്ച് നമ്മുടെ പിറകിൽ വെച്ച് ലെഗിൻ്റെ ഹാം മസിൽസിനെ നീസിൻ്റെ സപ്പോർട്ടോട് കൂടി താഴേക്ക് പുഷ് ചെയ്തുകൊണ്ട് മാക്സിമം ഗ്ലൂട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മാക്സിമം റെപ്പിറ്റേഷൻസ് ചെയ്യുക. ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള നീ പൊസിഷൻ കീപ്പ് ചെയ്യുന്നവരുണ്ടാവും. അത് നോർമൽ ലെവലിലേക്ക് മാറാൻ ഈ എക്സസൈസ് സാധിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും മാറുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, എന്നാലും ചെയ്തു നോക്കുക. നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഹോസ് പോസ് സൈഡ് കിക്സ് ആണ്. ഇതിന് ഒരു ബെഞ്ചിന്റെ സപ്പോർട്ട് നൽകിക്കൊണ്ട് ഹാൻഡ് സ്റ്റിഫായി ബെഞ്ചിൽ കീപ്പ് ചെയ്ത് സൈഡിലേക്ക് നമ്മുടെ ലെഗിനെ കിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഗ്ലൂട്ടസ് മീഡിയസിന് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് കിട്ടാൻ സഹായകരമാകും. ഇത് നമ്മുടെ ഗ്ലൂട്ട് ലിഫ്റ്റിങ്ങിന് വളരെ ഫലപ്രദമായ ഒരു എക്സസൈസ് ആണ്. മാക്സിമം റെപ്പിറ്റേഷൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ബോഡി ബാലൻസ് ഇരിക്കുന്നത്. കണ്ടിന്യൂ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല രീതിയിൽ ലോ കാർബ് ഡയറ്റ്, ഹൈ ഫൈബർ പ്രോട്ടീനും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി ഷേപ്പ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇനിയും നല്ല നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്നതാണ്. ഓക്കെ, ബൈ ബൈ, സി യു, ലെറ്റ് സം ബ്രേക്ക്.